بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل النهار ما شاء الله كان. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാമുകളെക്കുറിച്ച് പഠിക്കാനും പകർത്താനും മേന്മയാർന്ന ജീവിതം നയിക്കാനും ഉപയുക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ആ നൽകിയ ഉപദേശങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ എന്ന് പറയുന്നവർ സ്വീകരിക്കേണ്ടുന്ന നിയമനിർദ്ദേശങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെടേണ്ടത്. വളരെ ആഴത്തിലും പരപ്പിലും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്നൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് രണ്ട് കുടുംബത്തിലുള്ള ആളുകളാണ്. ഏതോ ഒരു മാതാപിതാവിന് ജനിച്ച ഒരാണും ഏതോ ഒരു മാതാപിതാവിന് ജനിച്ചൊരു പെണ്ണുമാണ് ഈ ഭാര്യയും ഭർത്താവും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമായി മാറുന്ന ആ സാധനം അങ്ങനെയുള്ളതായിരുന്നു. എൻ്റെ അസു എന്ന് നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ രക്തത്തിലും മജ്ജയിലും രണ്ട് ധ്രുവങ്ങളിൽ കഴിഞ്ഞവരാണ്, രണ്ട് സംസ്കാരങ്ങളിൽ ജീവിച്ചവരാണ്, രണ്ട് ചുറ്റുപാടുകളിൽ ജീവിച്ചവരാണ്. അവർ ഒന്നിക്കുകയാണ്. അങ്ങനെ ഒന്നിച്ചാൽ പറയുന്ന പേരാണ് ഭാര്യയും ഭർത്താവും. അപ്പൊ നമുക്ക് ഇന്നിവിടെ സാധാരണ നമ്മളെ മുസ്ലിം സമൂഹത്തിൽ വിവാഹം എന്ന് പറയുന്നത് കണ്ടു എന്നത് മുതൽ വിവാഹം കഴിച്ച മാതിരിയാണ് നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാർ കാണുന്നത്. കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് എന്ന് പറഞ്ഞാൽ മതി, പെട്ടു എന്ന് പിന്നെ പറഞ്ഞായി. അങ്ങനെയാണ് ഇഷ്ടായ പ്ലസ് പെട്ടു എന്നാ, അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു എന്നാവുന്നത്, അല്ലേ? പിന്നെ ഇതെങ്ങനെ ഇഷ്ടപ്പെടുത്താനുള്ള വഴി അന്വേഷിക്കുകയാണ് പിന്നെ പണി. എന്താ പണി? നമുക്കറിയാം, പിന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് ചെറുപ്പക്കാരനും ഏത് പെൺകുട്ടിയുടെ ഫോണും സ്വാഭാവികമായിട്ടും അവന് ഇഷ്ടപ്പെട്ടതായിരിക്കും. അത് ഓളമ്മക്ക് അറിയുന്നതിനെ കൊണ്ട് ഇടക്കിടക്ക് വിളിപ്പിക്കും. ഇനി എവിടെയെങ്കിലും തകരാറ് വരുന്നുണ്ടെങ്കിൽ പാച്ചപ്പ് ചെയ്യാൻ. ഇതെന്താ സംഭവം? അതുകൊണ്ടുണ്ടാകുന്ന വെച്ചത് ഹറാമാണ്. വിവാഹത്തിന് മുമ്പുള്ള എല്ലാ സംസർഗവും എല്ലാ സംസാരവും ഹറാമാണ്. തുടക്കം പിഴച്ചാൽ ഒടുക്കം പിഴക്കും. എന്താണ്? തുടക്കം പിഴച്ചാൽ ഒടുക്കം പിഴക്കും കേട്ടോ.
പലപ്പോഴും നമ്മളുടെ തുടക്കം പിഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒടുക്കം അത് പിഴവിലേക്ക് വീണ്ടും നീങ്ങും. അതുകൊണ്ട് അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നാം ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിക്കാനുള്ളതാണ് കേട്ടോ. എന്നെന്നും ജീവിക്കേണ്ട ഒരു ജീവിതത്തിന്റെ ജീവിത പങ്കാളിയാണ്. അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ജീവിത പങ്കാളി അയോഗ്യനാണെങ്കിൽ അയോഗ്യയാണെങ്കിൽ എന്തെല്ലാം ഉണ്ടായാലും ഒരു സന്തോഷം ഉണ്ടാവില്ല. ജീവിത പങ്കാളി ഭർത്താവായിരുന്നാലും ഭാര്യയായിരുന്നാലും യോഗ്യയാണെങ്കിൽ യോഗ്യനാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം യോഗ്യയായ പെണ്ണ് എങ്ങനെയുള്ളതാണെന്ന് പരിശോധിക്കുക അല്ലെ. ഭാര്യയാണല്ലോ നമ്മളെ ആദ്യത്തെ ബാരൽ. അപ്പം എങ്ങനെ ഉണ്ടാവും ഒരു ഭാര്യ, നല്ലൊരു ഭാര്യ എങ്ങനെയായിരിക്കണം? അതിന്റെ തുടക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആവശ്യമില്ലാത്ത പല മിഠായി കൊടുക്കലുണ്ടല്ലോ. ഓനും ഓന്റെ ലോയക്കാരും വന്നിട്ട് മിഠായി കൊടുക്കുക അല്ലെ. ഇതൊക്കെ വാങ്ങി വെക്കും. ചിലര് കണ്ടോസാരം കണ്ട് പല സാധനം കൊടുക്കാറുണ്ട്, ആഭരണങ്ങളൊക്കെ അല്ലെ. ഇതൊക്കെ ഹറാമാണ്. ഇസ്ലാമിന് ഇതിനൊന്നും യാതൊരുവിധ പങ്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, തുടക്കം പിഴച്ചാൽ ഒടുക്കവും പിഴക്കും കേട്ടോ. ഈ പിഴവ് നിങ്ങൾ ജീവിത അന്ത്യം വരെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായിരുന്ന മനസ്സാണോ ഒപ്പങ്ങളത്? അല്ല. കല്യാണം കഴിഞ്ഞ ആ തുടക്കത്തിൽ പടച്ച തമ്പുരാനെ ഈ ദുനിയാവിൽ ഞാനും മൂപ്പരും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ റോട്ടും കൂടെ നടന്നിഞ്ഞ്. വേറുള്ള ആൾക്കാരും ഈ റോട്ടുമില്ലാത്ത മാതിരി അവൻ നടന്നിനി, ഓള് നടന്നിരുന്നത് അല്ലേ. ഇപ്പോഴോ എല്ലാരും ഇപ്പോഴാ കാണൽ തുടങ്ങിയത്. മറ്റത് അങ്ങനെ ആളെ കാണൂലായിരുന്നു അല്ലേ. ഞാൻ നിങ്ങളെ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല. എങ്ങനെ പെടും? ആകെ രണ്ടാള് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവർ രണ്ടാളാണ് കേട്ടോ. അങ്ങനെയാണ് ഓരോ ഭാര്യയും ഭർത്താവും വിചാരിച്ചത്. അത് തുടക്കത്തിലാണ്. നമുക്ക് തുടക്കം പോരല്ലോ, നമുക്ക് ഒടുക്കം വരെ ഇത് തന്നെ പോകണ്ടേ. ഇതേ സ്നേഹവും ഇതേ വാത്സല്യവും ഇതേ പരിലാളനയും ഒക്കെ ഉണ്ടായിക്കൊണ്ട് പോകണ്ടേ. അത് നമ്മൾ നമ്മളുടെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടോ ഉണ്ടായതല്ല കേട്ടോ. മറ്റ് നിങ്ങൾ പറഞ്ഞത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഒക്കെ പരിഗണന ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തുടക്കം ശ്രദ്ധിക്കുക. ഇനി ഒരു ജീവിത പങ്കാളി എന്ന നിലക്ക്, സ്ത്രീകൾ എന്ന നിലക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതാണ് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഭാര്യമാര് പലപ്പോഴും തൻ്റെ ജീവിത പങ്കാളിയുടെ മറ്റ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാവുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം നല്ലൊരു ഭാര്യയെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഏത് കവാടത്തിലൂടെയും ഒരു പെണ്ണുദ്ദേശിക്കുന്ന കവാടത്തിലൂടെ കടക്കാൻ പറ്റാവുന്ന ചില അമലുകൾ നബി വിശദീകരിച്ചു. 8 സ്വർഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വർഗത്തിൽ കയറാം. അങ്ങനെയുള്ള ഒരു അമല് റസൂലുള്ള പഠിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നബി പറഞ്ഞു, ഇതാ സല്ലത്തിൽ മർഅത്തു ഹംസ, ഒരു പെണ്ണ് 5 നേരം നമസ്കരിക്കുക. വ സാമത്ത് ഷഹറഹ, അള്ളാഹു നിർബന്ധമാക്കിയ മാസം നോമ്പനുഷ്ഠിക്കുക. വ ഹഫിലത്ത് ഫർജഹ, ജനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുക. വ അതാഅത്ത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുക. ഖീല ലഹ, ഇവളോട് നാളെ അള്ളാഹു പറയും, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ, മിൻ അയ്യ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ. അപ്പം സ്വർഗത്തിൽ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഭർത്താവിനനുസരിച്ച് ജീവിക്കുക. നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നവളാണ് കേട്ടോ. സാധാരണ ഈ പെണ്ണ് കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര പൊന്തലുണ്ടാവും പെണ്ണിന്. അപ്പൊ ഓള് പറയെന്താ വെച്ചാ, ഒക്കെ ഞാൻ പറയും പോലെ ഉള്ളൂ. മൂപ്പര് ഓളമ്മനോട് എന്നാ പറയാ, മൂപ്പര് ചിലപ്പോ അമ്മക്ക് വല്ലാണ്ട് തോലുരിഞ്ഞു പോകും. ആരെയാണ് വിളി മൂപ്പര് കാരണം ഇന്നലെ കണ്ട ആളെയാണ് മൂപ്പര് പറഞ്ഞിട്ട് അങ്ങനെ പൊന്താണ് സാധു അല്ലേ. എവിടത്തേക്കായി പൊന്തുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇണക്കത്തിന്റെ മുഹൂർത്തങ്ങളിൽ ആനന്ദത്തിന്റെ പാരമ്യത്തിലേക്ക് ഉയരുക. ഇണക്കത്തിന്റെ തുടക്കത്തിലെ ആനന്ദത്തിന്റെ പാരമ്യത്തിലേക്ക് ഉയരുകയും പിണക്കത്തിന്റെ വേളകളിൽ തല തല്ലി തകരുകയും ചെയ്യുക. ഇത് രണ്ടും ഒരു മുസ്ലിം
സ്ത്രീയെ സംബന്ധിച്ചോളം പാടില്ല. ഒന്ന്, പ്രയാസം കൊണ്ട് വന്ന അപ്പ തല തല്ലി തകരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തലാൻ്റെ മുകളിൽ മുഖം അമർത്തി കിടന്ന് കരിയ, വേറെ പണിയൊന്നുമില്ല. ഇണക്കത്തിൻ്റെ സമയത്തോ ആനന്ദത്തിൻ്റെ ഉച്ചിയിലേക്ക് പറക്കുക. ഇത് രണ്ടും ഒരു മുസ്ലിം സ്ത്രീ ചെയ്യരുത്. പിന്നെ ഭർത്താവിനനുസരിച്ച് ജീവിക്കേണ്ടവളാണ് ഞാൻ എന്ന ബോധം തീർത്തുണ്ടാവണം. അത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഒരു പെണ്ണിന് അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഖൈറു നിസാഇക്കും മൻ, സ്ത്രീകളിൽ ഏറ്റവും നല്ലവർ നളറ ഇലൈഹാ സൗജുഹാ സറത്തു, ഭർത്താവ് നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്ന പെണ്ണായിരിക്കണം. ഇതാണ് നല്ല പെണ്ണിന് ഉണ്ടാവേണ്ട ഗുണം. അങ്ങനെ ഭർത്താവ് നോക്കുമ്പോഴേക്കും മോന്ത കനപ്പിച്ച് അയാൾക്കുള്ള സന്തോഷം കൂടി പോക്കുക എന്നുള്ളൊരു ഏർപ്പാട് സാധാരണ പെണ്ണുങ്ങൾക്കുണ്ട്. അത് ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊരു ദിവസം രാത്രി എങ്ങാനും മൂപ്പര് നമുക്ക്, നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് നമുക്ക് പുറത്തുനിന്നാക്കാം ഭക്ഷണം, ആയിക്കോട്ടെ, മൂപ്പര് ആയിക്കോട്ടെ, നമുക്കിന്ന് പുറത്തുനിന്നാക്കാം. അങ്ങനെ ഭാര്യയും കുട്ടികളെ എല്ലാം കൂടി ആയിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറും. അവിടെ കയറി ഇരുന്ന ഉടനെ തന്നെ പോകുമ്പോൾ എന്തെങ്കിലും നിസ്സാരമായ കാരണത്താൽ, അതായത് ഇറങ്ങാൻ നേരത്തല്ല ആ ഡോർ നീ അടച്ചോ, ഡോറ് ഞാൻ അടച്ചില്ല നിങ്ങൾക്കും അടക്കാലോ, ഇത് എൻ്റെ പരല്ലോ നിങ്ങളതല്ലേ പര, ഇതൊക്കെ ഇവിടുത്തെ തർക്കോ വിഷയമാണോ? അല്ലല്ലോ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറിഞ്ഞ് പോവുകയാണ്. പക്ഷേ നിങ്ങളെ വർത്താനം കേട്ടാൽ അയാള് നിങ്ങളെ കൂടെ നടക്കുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അത്ര മോശമായ നിലക്കാ സംസാരിക്കുക. എന്നിട്ടോ അതിന്റെ കാരണത്താൽ ചിലപ്പോൾ മൂപ്പരെന്ത് പറയും, ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്റേതാണോ പോരാ എന്റേതാണോ, നിങ്ങളെ വർത്താനം കേട്ടാൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അപ്പൊ അതിലിടക്ക് കാറിൽ ഇങ്ങോട്ട് കയറും, അല്ലെ ഓട്ടോറിക്ഷയിൽ എന്തിനാ കയറുന്ന വെച്ചാൽ സ്കൂട്ടറിലാണ് അങ്ങോട്ട് കയറും. കയറുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ കിട്ട് പറഞ്ഞ പോലത്തെ അങ്ങോട്ട് കയറുക, അങ്ങനെ കയറും. അതൊക്കെ ഈ ദേഷ്യം തീർക്കുകയാണ്. ഏത് ആ വാതിൽ അടച്ചോന്ന് ചോദിച്ചില്ലേ, വെറുതെ തെറ്റും അയാൾ ചെയ്തില്ല കേട്ടോ. ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മനസ്സിലാക്കി തന്നിട്ട് വേണമെങ്കിൽ എടുത്തോളി, നല്ല ഭാര്യ കേട്ടോ. അപ്പോ പിന്നെ അവര് ആ നിലക്ക് കൊണ്ടുപോയി, ഹോട്ടലിൽ കൊണ്ടുപോയി ചെന്ന്, ഓളാണ് ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറിഞ്ഞാള്. അവിടെ ചെന്ന് അപ്പോൾ എനിക്കെന്താ പറ്റി, മോനോട് എനിക്ക് പൊറാട്ട, മറ്റവനക്ക് എനിക്ക് പൊരിച്ചത്തിരി, മറ്റവനക്ക് നേർമ പത്തിരി, അങ്ങനെ എല്ലാവർക്കും ഓർഡർ ചെയ്തു. അപ്പം ഭാര്യനോട് ചോദിച്ചാൽ എനിക്കെന്താ, എനിക്ക് ഗ്ലാസ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഉള്ള എല്ലാ സമാധാനവും പോക്കണമെന്ന് തീരുമാനം എടുത്തിട്ട് വന്ന മാതിരിയ. അപ്പൊ അയാളെല്ലാ സമാധാനവും പോയില്ലേ, അയാൾ നോക്കുമ്പോഴേക്കും സന്തോഷിപ്പിച്ചു, നല്ല ഭാര്യ അല്ലേ. നേരെ മറിച്ച് അയാൾ ഈ നിലക്കൊക്കെ പെരുമാറുമ്പോ അയാളെ കൈകാര്യം ചെയ്യാനുള്ള മാനസികമായ മിടുക്ക് പഠിക്കുന്നതിന് പകരം അയാളെ എങ്ങനെ മറ്റ് സ്ത്രീകളിലേക്ക് കൊണ്ടുപോകാം എന്ന്, മറ്റുള്ള സ്ത്രീകളൊക്കെ നല്ലവരാണെന്ന് ഇയാൾക്ക് തോന്നിപ്പോവും. ഇതൊക്കെ ഒന്ന് തന്നെ. ഇത് സാധാരണ ഒക്കെ മെയ്ഡ് ഇൻ ജയ്പ്പാനാ, മെയ്ഡ് ഇൻ ജപ്പാനല്ല. ഓൾക്ക് സ്വന്തം ജയിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതെന്താ വെച്ചാൽ അതിനൊരു ന്യൂനത ഉണ്ടാണ്. ജയ്പ്പാൻ എന്ന് പറയാം, ജപ്പാൻ സാധനമല്ലത്, ഇതൊരല്പം ജയ്പ്പാനാണ്, ഒരൈ അധികമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴേക്കും ശ്രദ്ധിക്കുമ്പോഴേക്കും ഭർത്താവിനെ സന്തോഷിപ്പിക്കുക. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള എന്തെല്ലാം ഗുണങ്ങൾ കൊണ്ടേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഒന്ന് നിങ്ങളെ വൃത്തി, ഒന്ന് നിങ്ങളുടെ സുഗന്ധം ദ്രവ്യങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ച് മൂപ്പരെടുത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടല്ലോ, അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ നിൽക്കുന്നതിന് പകരം മൂപ്പരെടുത്തേക്ക് വരുമ്പം ഉള്ള മല്ലിയും മഞ്ഞളും മുളകും ഒക്കെ അരച്ചതിൻ്റെ അസ്വാരസ്യങ്ങളുള്ള പ്രയാസം ഉണ്ടാക്കുന്ന മണവും ദുർഗന്ധവും ഒക്കെ ആയിട്ട് വരിക. അതേ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പം നല്ല വാസനദ്രവ്യമൊക്കെ ഉപയോഗിച്ച് അപ്പം അയാൾക്ക് തോന്നുന്നതിൻ്റെ അല്ല, വേറെ ആരതോ ആണെന്ന് തോന്നിപ്പോകും വിധം നല്ല ഡ്രസ്സിംഗ് ആണ്, ആർഭാട വിഭൂഷിയാണ് ചെയ്യരുത്. പുറത്തേക്ക് നിങ്ങൾ അനാർഭാടമായും ഭർത്താവിന്റെ മുമ്പിൽ ആർഭാടത്തോടു കൂടിയും എന്ന് നിങ്ങൾ വസ്ത്രം അണിയുന്ന അന്നേ നിങ്ങൾ നല്ല പെണ്ണാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴൊക്കെ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞൊക്കെ ഉഷാറാക്കിയാണ്ട് പോരുക. ഇതാണ് ചെന്ന ഉടനെ എന്താണ് കഴിച്ചിട്ടിട്ട് വേറെ സാധനം ഉണ്ട്, പറക്കാൻ നിൽക്കണ കാക്കൻ്റെ മായത്തെ സാധനം, അത് വിട്ടിട്ട് ഇങ്ങനെ നിൽക്കും.
വാതിൽ ഇങ്ങോട്ട് തുറന്നോടെ തന്നെ അയാൾക്ക് ബേജാറായി പോകും. ആ നിലക്കുള്ള പല നിലക്കുള്ള വസ്ത്രങ്ങളുണ്ട്. അതിനൊരു ആയിക്കോട്ടെ, അതിട്ടോ, അതിട്ടിട്ട് വീട്ടിലിട്ട് നമുക്ക് എപ്പോഴും നല്ല മനോഹരമായി നടക്കാനാണ് ശ്രമിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഭർത്താവിന് സന്തോഷം ഉണ്ടാകുക. നല്ല ധാർമ്മികമായ വസ്ത്രധാരണ രീതിയും അതോടൊപ്പം തന്നെ നല്ല സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പുറത്തേക്ക് ഇറങ്ങുന്ന പെണ്ണ് വ്യഭിചാരിണിയാണെന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഓൾ വ്യഭിചരിക്കണമെന്നില്ല. അപ്പൊ ഒരു പ്രാവശ്യം വാസനദ്രവ്യം ഉപയോഗിച്ച് പുറത്തുള്ളിലേക്ക് നടക്കാൻ ഒരു സ്ത്രീക്ക് അവകാശമില്ല. പലപ്പോഴും സ്ത്രീകൾ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ അത്ര മനോഹരിയാകാൻ ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണമെന്ന, എന്റെ ജീവിതം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനാണുള്ള ചിന്തയും ഇതുവരെ ഉണ്ടായില്ല. അതുകൊണ്ട് നല്ല ഭാര്യക്ക് അത് ഉണ്ടാവട്ടെ. ഇനി വൈദാ അമറഹ താഴത്തുഹു, എന്തെങ്കിലും ഒരു കാര്യം ആ ഭർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നു, ആ കൽപ്പിക്കുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് അറിയാതെ തന്നെ അറിയുന്നതിന്റെ മുമ്പ് തന്നെ അതിനെ ധിക്കരിക്കും. എന്ത് വേണം? അത്താഴത്തുഹു, അനുസരിച്ചിട്ടുണ്ടാവണം. ഭർത്താവ് പറയുമ്പോൾ അനുസരിക്കുക. എങ്ങനെ? ഇപ്പൊ ഭർത്താവ് ഒരു കാര്യം, ചിലപ്പോൾ ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് ചായയൊക്കെ വാങ്ങിക്കുടിക്കാൻ കെഞ്ചലാണ്, അല്ലേ? ഒരു ചായ ചോദിക്കും. അപ്പൊ നിങ്ങളൊരു അലക്കമല ചായ പെടാം, എന്തെല്ലാം പണിയുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചായ 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 എന്താ റെയിൽവേ സ്റ്റേഷനാ എന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കാൻ പോവുക. എനിക്ക് പോലെ ചായ ഉണ്ടാക്കി ഒന്ന് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അയാൾക്ക് രണ്ടാമത് ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അയാള് കുറച്ച് മെനക്കെറിഞ്ഞു തരും. അങ്ങനല്ല, എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കാനും എനിക്ക് വേണ്ടി ജീവിക്കാനും വേണ്ടി തയ്യാറായ ഒരു പെണ്ണാണെന്ന് അയാൾക്ക് തോന്നണം. നിങ്ങൾ ജീവിച്ചാ പോരാ. ചിലർ പറയുന്നുണ്ട് എനിക്ക് മൂപ്പര് ഉള്ളിൽ മുഴുവൻ മൂപ്പരാ, പക്ഷെ എങ്ങനെ വരുള്ളൂ എന്ന്. എങ്ങനെ? ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കൂല എന്ന് വരും. അപ്പൊ അയാളങ്ങനെ മുഴുവനുണ്ടായി. അപ്പൊ പറഞ്ഞാൽ അനുസരിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞനുസരിക്കണം. വേണ്ട, ധാർമ്മികമായ കാര്യങ്ങളാവണം. അള്ളാഹു റസൂലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കണം. ഇപ്പൊ ഭർത്താവിനും ഭാര്യനോട് എനിക്ക് കള്ളുടിക്കാൻ ഗ്ലാസ് എടുത്തോണ്ടാറിന് അനുസരിക്കാൻ ആവശ്യമില്ല. ഒരു കള്ളുടിയനായ ഭർത്താവിന് ഗ്ലാസ് എടുത്തോണ്ടെങ്കിൽ കൊടുക്കുന്നത് ഭാര്യയുടെ ധർമ്മല്ല, അത് ശിക്ഷയ്ക്ക് വിധേയമാവും ചെയ്യും. അപ്പൊ അനുസരിക്കുക എന്ന് പറയുന്നത് നീതിയിഷ്ടമായ കാര്യങ്ങളിലായിരിക്കണം, അള്ളാഹു റസൂലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളിലായിരിക്കണം അനുസരിച്ചോളണം. പിന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വന്തം ശരീരവും അദ്ദേഹത്തിന്റെ സമ്പത്തും സംരക്ഷിക്കണം. ഇത് സാധാരണഗതിയിൽ നമ്മൾക്ക് സാധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. കാരണം സ്ത്രീകളൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ലജ്ജ നഷ്ടപ്പെട്ട സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുമ്പൊക്കെ ഉമ്മാരെന്നൊക്കെ പറഞ്ഞാൽ ഉമ്മാർക്ക് ഒരു ലജ്ജ ഉണ്ടായിരുന്നു. ഒരാള് പുറത്തുനിന്ന് വന്നാൽ ആ ആളോട് സംസാരിക്കുന്നതിനൊക്കെ രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് ഒരു ലജ്ജയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഭാഗങ്ങളും പലപ്പോഴും പുറത്താണ് കാണും. പലതരം അപകടങ്ങളിലും അവർ ചെന്ന് പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുൽഖ, എല്ലാ മതത്തിനും അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. വഖുൽഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സവിശേഷത ലജ്ജയാണ്. മനുഷ്യന്മാർക്ക് ലജ്ജ ഉണ്ടാവും. ലജ്ജ ഉണ്ടായാൽ അങ്ങ് കേൾക്കണോ, സ്നേഹം എന്നും ഉണ്ടാവും. ലജ്ജ ഉള്ള പെണ്ണുങ്ങൾക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. ലജ്ജ ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് സ്നേഹം കുറയും. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. ഒരു ലജ്ജ അല്പം മാറ്റി വെക്കുന്നത് നല്ലതാണ്. നിർലജ്ജം നിങ്ങൾ ആവരുത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു അടിത്തറയാണെന്ത്? ലജ്ജ. ആ ലജ്ജ ഉണ്ടാവുമ്പോഴാണ് ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു നേട്ടില്ലാണ്. ലജ്ജയിൽ മുങ്ങിയ മുഖത്തിനാ താല്പര്യം. ഒരു ലജ്ജയില്ലാണ്ട് ആണുങ്ങളെ മാതിരി നടക്കുന്ന അതുണ്ടല്ലോ, PT ഉഷന്റെ ഒക്കെ മാതിരി. ഒരു സ്ത്രീക്ക് വേണ്ട അതല്ല. സ്ത്രീക്ക് വേണ്ടത് കായിക ബലമല്ല. സ്ത്രീക്ക് വേണ്ടത് നൈർമല്യമാണ്, മാനസിക നൈർമല്യമാണ് വേണ്ടത്. ആ മാനസികമായ നൈർമല്യം ഉണ്ടാവണമെങ്കിൽ ഒരു സ്ത്രീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലജ്ജാവതിയായി ജീവിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ പെൺകുട്ടികൾക്ക് അതൊന്നുമില്ല. ഉണ്ടോ? എല്ലാവർക്കും അറിയാതൊന്നുമില്ല എന്നുള്ളത്. ഭർത്താവിന്റെ ഉമ്മയും ബാപ്പി അടുത്തുണ്ടായാൽ പോലും ഉമ്മയും ബാപ്പിയാണ് അടുത്ത് നിൽക്കുന്നതെന്നോ അങ്ങനത്തെ യാതൊരു ചിന്തയില്ലാത്ത പെരുമാറ്റവും സംസാരവും ജീവിത രീതിയും. പക്ഷെ പിന്നെ ഉമ്മ എന്താക്കലാന്ന് വെച്ചാല് ഇപ്പോഴത്തെ കുട്ടികളെ ആരാകല്ലാണ്ട് എന്താക്കല അതിലാണ്ട് കൂടെ ആരാന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഉമ്മന്റെ ലജ്ജ പോയി. ഏതായിരുന്നാലും മക്കളെ കൊണ്ട് നശിച്ച വർഗാണ് ഈ പെണ്ണ് എന്ന് പറഞ്ഞ സാധനം. ഞാൻ വെറുതെ പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പരീക്ഷണ സാധനമാണ്. ഒരു പുരുഷന്റെ മേൽ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും വലിയ പരീക്ഷണ സാധനം സ്ത്രീയാണ്. അറിയോ? റസൂലുള്ള പറയുന്നത് കേട്ടോളൂ, മാ തറക്തു ബഅദി ഫിത്നതൻ
അലറു അലർ റിജാലി മിനൻ നിസാ, സ്ത്രീകളെക്കാൾ പ്രയാസമുള്ള ഒരു പരീക്ഷണവും ഒരു പുരുഷന്റെ മേൽ, ഒരു മുസ്ലിം പുരുഷന്റെ മേൽ അല്ലെങ്കിൽ പുരുഷന്റെ മേൽ അള്ളാഹു നിശ്ചയിച്ചില്ല സ്ത്രീകളെക്കാൾ. എന്താ? ഭയങ്കരമായിട്ട് ഏത് കാര്യങ്ങളും. ഇപ്പൊ ഉദാഹരണം പറയാം, ജീവിതത്തിന്റെ വരുമാനത്തിന്റെ ഏറ്റവും വലിയ തുടിപ്പിൽ ജീവിക്കാനാ പെണ്ണ് ആഗ്രഹിക്കുക, അല്ലെ? ആഡംബരപ്രിയയായി. ഭർത്താവിന് കിട്ടുന്ന വരുമാനവും കാര്യമൊന്നും ശ്രദ്ധിക്കൂല. അദ്ദേഹത്തിന്റെ പണത്തിന്റെ വരുമാനം എങ്ങനെ, ഇൻകം സോഴ്സ് എങ്ങനെ ഒന്നും അറിയില്ല. എല്ലാ സാധനവും ഇപ്പൊ പുരയിൽ വെറുതെ നിങ്ങളുണ്ടില്ലേ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ വെറുതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണും ഒരു വണ്ടി ഉന്തിയിട്ട്. വണ്ടിയിലൊന്നും ഇല്ല, എന്നാൽ വേണ്ട ഉന്തിഞ്ഞിപ്പോ ഉന്തിയ സ്ഥിതിക്ക് എന്തെങ്കിലും വാങ്ങണ്ട വെച്ചിട്ട് കുറെ സാധനങ്ങൾ സർഫിന്റെ ഇതെന്താന്ന് ചോദിച്ചിട്ടാ വാങ്ങുക. ഓലോട് ചോദിക്കുക ഇതെന്താന്ന്, നമുക്ക് ആവശ്യമില്ല വാങ്ങാൻ പോരെ. അതിന് പാല ഇതെന്താണ്? അപ്പൊ അവിടുത്തെ ആള് പറയും ഇത് നിങ്ങൾക്ക് പായസത്തിൽ ഒഴിക്കാനുള്ള സാധനമാണ്. അപ്പൊ പായസം പായസം ഉണ്ടാക്കില്ല എന്നോല അറിയണ്ട, വായിക്കാളുക പായസം ഉണ്ടാക്കണ്ട, എന്നാൽ വാങ്ങിട്ടേക്കാം. ഇപ്പൊ ഈ റമദാന് തൊട്ട് മുമ്പ് കുറെ സാധനം ഒഴിവാക്കിയില്ലേ, അതിലെന്തെല്ലാം സാധനം ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ചിലവിൽ ഉമ്മ വാങ്ങിക്കൊടുക്കുന്നുണ്ട് മോളോട് ഇതെന്താന്ന്. അപ്പൊ മോള് എനിക്കറിയാ, നിങ്ങളല്ലേ ഓരോരോ പോക്കും വരവിനും സാധനം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്ന അയാളെ നമ്മളെ വാപ്പന്റെ പൈസ ഇങ്ങനെ തീർക്കല്ലേ നിങ്ങളെ പടി. ഏയ് അങ്ങനെ ആഡംബരപ്രിയായി. അതിലും വലിയൊരു പരീക്ഷണം ഇനി വേറെ വരാനുണ്ടോ? ഭയങ്കര ആഡംബരപ്രിയാണ്. പിന്നെ പുരയിലൊക്കെ ചില ആൾക്കാരെന്നല്ല, ഓരോരോ കമ്പിന്റെ ആൾക്കാർ വരും നിങ്ങളടുത്ത്, അല്ലേ? നല്ല കോളിമിലടിച്ച് ഫ്രം ഏതെങ്കിലും ഒരു കമ്പിന്റെ പേര് പറയും. ഐ ആം ഫ്രം കാസ്ക, ആയിക്കോട്ടെ. അപ്പൊ കാസ്കന്ന് വരികയാണെങ്കിൽ നമുക്കെന്താ ഇവിടെ കാസ്ക അല്ലല്ലോ, പക്ഷെ കാസ്കന്ന് വന്നതാണ്. അപ്പൊ എന്താ, അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടെ ഒന്നും വേണ്ട, കാരണം മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വാങ്ങണമെന്ന് വാങ്ങരുത്, അവിടെ കൊന്ന് ഇവിടെ പിടിച്ച് ഇറച്ചിട്ടുണ്ട്, ഇതൊക്കെ ബലിപ്പെടുന്ന് കാണും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അയാൾ അങ്ങോട്ട് പോയ ഉടനെ നമ്മള് വേണ്ട. അപ്പൊ മറ്റേ ആള് മേഡം നോക്കിക്കോളൂ, മേഡം നോക്കണതിന് പൈസ ഉണ്ടല്ലോ മേഡം ഇതിന്റെ പർപ്പസ് നിങ്ങൾക്ക് അറിയാം, ഞാൻ കാണിക്കാം മേഡം. അങ്ങനെ ഒരു 5-8 മേട്ടം അതിന് എന്നാ പിന്നെ അതായത് കാണിച്ചാളി വാങ്ങണില്ല, ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങളോട് പറയാൻ പല സാധനങ്ങളും, പത്തിരി പരത്താം, പത്തിരി പൊടക്കാം, മറ്റത് കുഴക്കാം, ഇത് മുറിക്കാം, അത് പരത്താം, നിങ്ങൾക്ക് പല പർപ്പസ്, മൾട്ടി പർപ്പസ് എന്തൊക്കെ പല സാധനങ്ങളും. നിങ്ങൾക്ക് പയറരിയാം, നിങ്ങൾക്ക് കേബേജ് അരിയാം, നിങ്ങൾക്ക് ഉള്ളി അരിയാം. അങ്ങനെ ഇതിന്റെ വില എത്ര? ആകെ 1000-2000 പറയാ, അത്ര ഉറുപ്പ്യ വില ഉള്ളതാണ്. കമ്പന്റെ പരസ്യത്തിന് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത് 700 രൂപക്കാണ്. എത്ര രൂപയാണ് മേഡം ലാഭം? 1400, 2400 ഒക്കെ ഉള്ള വില ഉള്ള സാധനം 700 രൂപക്ക് എന്ന് പറഞ്ഞാൽ 1800 രൂപയിൽ ലാഭമാണ്. മേഡം ഇത് കമ്പനിയിൽ നിങ്ങൾ പീടികയിൽ പോയിട്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പീടികയിൽ സാധനം കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കണ്ടേ, രാവിലെ സാധനം ആവണ്ടേ, റെഡി ആവണ്ടേ, പെട്ടെന്ന് ആവണമെങ്കിൽ ഇതാ ഒന്നിങ്ങനെ വെച്ച് അമർത്തിയാൽ മതി, പൊടി പത്തിരിയായി. അപ്പോൾ എന്നാ ഒന്ന് എടുത്തോളി. എന്നിട്ട് അവിടെ അകത്ത് പോയിട്ട് അയാള് കൊണ്ടയച്ച പൈസ ഉണ്ടാവും എന്തിനാ എടുത്തുവെച്ച്, അതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടി കൂട്ടി ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് പിറ്റേത് ഇവക്കൊരു ഉള്ളി അരിയണം. ഉള്ളി അരിയാൻ നേരത്തത് പിടിപ്പിച്ച് മേശമേല് പിടിപ്പിച്ചിട്ട് ഇത് അമർത്തണം, തിരിക്കണം. അമരുമ്പോ തിരിയില്ല, തിരിയുമ്പോ അമരൂല. ചുരുക്കി പറഞ്ഞാൽ ഈ സാധനം വേസ്റ്റ് ആകാൻ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പെണ്ണല്ലേ ഭയങ്കര സാധനമാണ്. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അള്ളാഹ് റസൂൽ നുക്സാനിലാക്കല് ബുദ്ധി കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുബുദ്ധി അധിക, ബുദ്ധിയാ കുറവുണ്ട്. അപ്പൊ എന്താ ചിന്തിക്കുക അറിയോ? ഏതായാലും മൂപ്പരെ അനുജന്റെ ഹൗസ് വാമിങ് ഉണ്ടല്ലോ, ഓൽക്ക് കൊടുക്കാൻ ഭയങ്കര കുബുദ്ധി അവർക്ക് ചെയ്യാം, വളരെ പെട്ടെന്ന് മനസ്സിലെ. അപ്പോ ഇത് ഒരു പെണ്ണിന്റെ ഒരു പ്രത്യേക ഡിസ്ക്വാളിഫിക്കേഷനാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, പണം ചെലവഴിക്കുന്നിടത്താവട്ടെ, ആഡംബരമായി ജീവിക്കുന്നിടത്താവട്ടെ, അതുപോലെ തന്നെ ആഡംബരമായി സ്വയം ജീവിക്കുക മാത്രമല്ല അദ്ദേഹത്തിനും കൂടി അങ്ങനെ ആക്കിക്കൊണ്ടിരും. നിങ്ങൾ നോക്കി ഓലൊക്കെ കണ്ടില്ല ജീവിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ നടക്കണ്ട, നമ്മളുള്ള പൈസ നിങ്ങൾ കാർ എങ്ങനെയും വാങ്ങിക്കൊള്ളി, കാർ ഇപ്പം കുറഞ്ഞ പൈസ കൊടുത്താൽ മതി. അങ്ങനെ ചുരുക്കി പറയാ, അതാണ് റസൂലുള്ള പറഞ്ഞത്, മാ തറക്തു ബഅദി ഫിത്നതൻ അലറു അലർ റിജാലി മിനൻ നിസാ, സ്ത്രീകളെക്കാൾ ഉപദ്രവപരമായ ഒരു കാര്യവും പുരുഷന് വേണ്ടി അള്ളാഹു വെച്ചിട്ടില്ല. അപ്പൊ സ്ത്രീ ആഡംബരപ്രിയ ആവരുത്. ആഡംബരപ്രിയായി ജീവിക്കുന്ന ഒരു പെണ്ണ് നല്ല ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല, സംശയിക്കണ്ട. നിങ്ങൾ എന്തൊക്കെ തന്നെ മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പ് വെൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഉംറക്ക് പോകുന്നു, ഇതാണ് നിങ്ങളെ നന്നാവല്. അതല്ല നന്നാവല്. അടിസ്ഥാനപരമായി നന്നാവണേ. മറ്റതൊക്കെ ഉംറക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോ പ്ലെയിനിൽ കയറാലോ,
നേരെ മറിച്ച് ഉംറയുടെ ബെസ്റ്റിലാർ ഞങ്ങൾ പോകൂ. ബെസ്റ്റിലൊക്കെ വെറുതെ പോവല്ലേ. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാട്ടോ, ഇതൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. അത്രയും നിസ്സാരമായിട്ടാണ് നിങ്ങളെ മനസ്സിലായി തോന്നിയിട്ടുള്ളൂ. കാരണം നിങ്ങൾ ബേസിക്കായി നന്നാവുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം കേൾക്കണോ, ഇത് മാത്രമല്ല പുരുഷനെ സംബന്ധിച്ചോളം, പുരുഷനെ കൊതിപ്പിക്കും, പ്രേരിപ്പിക്കും, പ്രൗഢമായി ജീവിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകും, ആഡംബരപ്രിയനാക്കി മാറ്റും അദ്ദേഹത്തെ. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഏതർത്ഥത്തിലും പുരുഷന് പരീക്ഷണം, സംശയിക്കണ്ട. ഏതർത്ഥത്തിലും പുരുഷന് പരീക്ഷണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താനിൻ വ തുദ്ബിറു ഫീ സൂറത്തി ശൈത്താനിൻ. ഒരു പെണ്ണ് അങ്ങോട്ട് പോയാലും ചെയ്ത്താൻ്റെ ഐഡിയ പോവുക, ഇങ്ങോട്ട് വരുമ്പോഴും ചെയ്ത്താൻ്റെ ഐഡിയ പോവുക, മടങ്ങിപ്പോലും വരലൊക്കെ അല്ലേ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ചു തരാം. നിങ്ങളില്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളോട് കണ്ട് ഇറങ്ങിപ്പോന്നത് കണ്ടാലോ, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങളെ പുരേന്ന് മൂപ്പര് മാത്രമുള്ള സമയം ഒരു സെയിൽസുകൾ ഉണ്ട് ഇറങ്ങിപ്പോണു. പോകുമ്പോഴും ചെയ്ത്താനാണ്, വരുമ്പോഴും ചെയ്ത്താനാണ്. പിന്നെ അത് മതി പ്രശ്നം അല്ലേ. ഞാൻ ഇല്ലാത്തപ്പോ മാത്രം വളരെ വന്ന് അവിടുന്ന് ആട തുടങ്ങുക അല്ലേ. അപ്പൊ ഇതിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ചെയ്താനാണ്. ചുരുക്കത്തില് സ്ത്രീ എന്ന് പറയുന്ന സാധനം ലേശം കേട് എന്നാൽ ഭയങ്കര ദുർഗന്ധമായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ലജ്ജ നഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി ഒരു പുരുഷന് ദുനിയാവില് 3 കാര്യം സൗഭാഗ്യമാണ്, 3 കാര്യം നിർഭാഗ്യമാണ് ഒരു പുരുഷന്. അതെന്തൊക്കെ? 3 കാര്യം സൗഭാഗ്യമുള്ള 3 കാര്യങ്ങൾ ഞാൻ പരത്തി പറയുകയല്ല, വളരെ ചുരുക്കി പറയാണ്. ഒന്ന്, അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനം അൽ മർഅത്തു സാലിഹ തറാഹാ ഫതുജിബുക. നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് അത്ഭുതമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭാര്യ, അത് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യ സാദത്താണ്. എന്ത്? ഭർത്താവ് ശ്രദ്ധിക്കുമ്പോഴേക്കും അദ്ദേഹത്തെ കൗതുകപ്പെടുത്താനും അദ്ദേഹത്തെ വലയിൽ വീഴ്ത്താനും, വേറുള്ള ആൾക്കാരെ വലയിൽ വീഴ്ത്താൻ ആണിനും കഴിയും പെണ്ണും കഴിയും. ഇവിടെ പറഞ്ഞ ഭാര്യയും ഭർത്താവ് ഞാൻ കേട്ടോ. ഭാര്യ ഭർത്താവിനെ എപ്പോഴും ഇങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഓന്റെ ഭാഗ്യ അങ്ങനത്തെ പെണ്ണെ കിട്ടുക. കൗതുകം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക, ഭർത്താവിന് കൗതുകം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ നിങ്ങള് നിന്ന ടൈം ഉണ്ടായി. അത് ആദ്യത്തെ 2 കൊല്ലൊക്കെ മൂപ്പര് വരാൻ വൈകിയാൽ ഇങ്ങനെ തൊരപ്പം കൂട്ടുകുടിയായി നടക്കുക. 5 അണിയായിട്ടും കാണുന്നില്ല. സാധാരണ വരുന്നതാണ്, എന്താണ് അയക്കും എന്താണ് അയക്കും ലേഖനല്ലേ. ഒരു 10 കൊല്ലം കഴിഞ്ഞ ഭർത്താവാണെങ്കിലോ, നിങ്ങള് കിടന്നുറങ്ങി, മൂപ്പര് വരേ മൂപ്പര് പോവേ, ഇനി വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഉള്ള കോലത്തിലാക്കി എടുത്തം, ആ രൂപത്തിലാക്കി എടുത്തം. വരണ്ടാന്നുള്ള ആൾക്കല്ല, വന്നില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ഉറക്ക് വരുന്നുണ്ടല്ലോ എനിക്ക് അല്ലേ. ഭർത്താവിനോ ചിലപ്പോൾ പറയലുണ്ട്, എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളവർക്ക് ഞാനോ സ്കൂട്ടറൊക്കെ ആയിട്ട് പോയതല്ലേ, അപകടത്തിൽ മരിക്കുക പിടിക്കുക, അതൊന്നും മരിക്കൂല. അങ്ങനെ പറയാ, അതൊന്നും ഒരപകടം പറ്റൂല. കാരണം മലക്കുൽ ബൗത്തിലെ വരെ അത് പേടിയാ നിങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനൊന്നും മരിക്കൂല എന്ന നിലക്കാ പറയാ. അപ്പൊ അത്രയും ഭർത്താവിനെ കൗതുകപ്പെടുത്തുക, അത്ഭുതപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക എന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തൊരു പെണ്ണ്. 3 കാര്യമാണ് സൗഭാഗ്യം. ഒന്ന് അതാണ്. രണ്ടാമത്തത് ദാബത്ത്, മൃഗം. മൃഗം എന്ന് പറഞ്ഞാൽ സഹവാരിക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാഹനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ലൊരു സൗഭാഗ്യ. ഏതോ വാഹനം ഏതാവട്ടെ. പിന്നെ 3ാമത്തത് വദ്ദാർ, നല്ലൊരു വീട്. നല്ലൊരു വീട്, ഭർത്താവിനെ അത്ഭുതപ്പെടുത്തുന്ന കൗതുകപ്പെടുത്തുന്ന ഒരു ഭാര്യ, ഒരു വാഹനം. ഇത് 3ഉം കിട്ടിയാൽ ഒരാൾ സൗഭാഗ്യവാനാണ്. ഇനി ഒരാൾ നിർഭാഗ്യവാനാവുമ്പോൾ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. റസൂലുള്ള പറയുന്നു, അൽ മർഅത്തു തറാഹാ ഫതസൂക. അന്റെ ഭാര്യ നീ നോക്കുമ്പോഴേക്കും നിന്നെ വെറുപ്പിക്കുന്ന വർത്താനം പറയും. ഓരോരുത്തർ ആണുങ്ങളുണ്ട് നിങ്ങളെപ്പോലെ, അങ്ങനെ പറയാം. അപ്പൊ അയാൾക്ക് ആകെ ചൂടാവും. എത്ര ആളെ കണ്ടിട്ടുണ്ട് ചോദിച്ചിട്ട് പിന്നെ തുടങ്ങുക. ഓളൊന്നും വെച്ച് പറയുന്നതല്ല, അത് പറയാൻ പാടില്ല. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം പറഞ്ഞ് വർത്താനം പറയുമ്പോഴേക്കും വെറുപ്പിക്കുന്ന വർത്താനം പറയും അല്ലേ. ഉണ്ടാകുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കുക, ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ? നിങ്ങളെപ്പറ്റി നിങ്ങളെ ഭർത്താവിന് നല്ല അഭിപ്രായമല്ല ആദ്യം, ഇപ്പം നല്ല അഭിപ്രായം ഉണ്ടോ? എന്താണ് കാരണം? നമുക്ക് പരിശോധിക്കണം. നിങ്ങൾ അപ്പം നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് വെറുപ്പുണ്ടാകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പാടില്ല. പിന്നെ ലിസാനുഹ അലൈക്ക, നിനക്കെതിരിൽ അവളുടെ നാവ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഭർത്താവിനെതിരിൽ എപ്പോ ഭർത്താവ് പറയാനും, മൂപ്പരൊരു വലിയ ഗുണമില്ലാത്ത ആളായതുകൊണ്ടല്ലേ ഇപ്പൊ ഞാനിങ്ങനെ ആയത്
എന്ന് അൻസത്തിനോട്. അപ്പൊ അൻസത്തിന്റെ ഭർത്താവിനോട്, ഇത് വലിയ ഗുണമില്ല താത്തന്റെ ഭർത്താവ്, നിങ്ങളെ മാതിരി ഒന്നും ഗുണമില്ല. അപ്പോന് നോട്ടം ഏടത്തിനെ, ഇനിയിപ്പൊ ഞാൻ നിലവാരമുള്ളവനാണല്ലോ. പല അപകടങ്ങളും ഇപ്പൊ അതിനകത്തുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഏതായിരുന്നാലും ഭർത്താവിനെതിരിൽ സംസാരിക്കുന്ന ഭാര്യ പല കാര്യങ്ങളും, ചെലവിന് തരുന്നില്ല, അങ്ങനെ തരുന്നില്ല, അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി, അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അയാളെ വയ്യാലൊക്കെ നടക്കും ചെയ്യും. തക്കാളിപ്പെട്ടി ബാക്കിൽ വെച്ചായി സ്കൂട്ടറിന്റെ ബാക്കിൽ ഇങ്ങനെ പുറക്കും ചെയ്യും. അയാളെ പറ്റിയുള്ള കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ചെയ്യും. അതിലും വലിയ നിർഭാഗ്യമുണ്ടോ? അയാളെ പൈസ മുഴുവൻ തിന്ന് തീർക്കുക, എന്നിട്ട് അയാളെ പറ്റി കുറ്റം പറയാ. വേറെ ചില പെണ്ണുങ്ങളുണ്ട്, അയാളെ പറ്റി ഒരു കുറ്റം പറയില്ല ആരോടും, അയാൾ ചെയ്യണ എല്ലാ തെറ്റും ന്യായീകരിക്കുകയും ചെയ്യും. അതും തെറ്റാണ്. അങ്ങനെ ഇപ്പൊ ചില ആൾക്കാർ, നമ്മളെ ഭർത്താക്കന്മാരൊക്കെ അവിടുത്തെ ഇവിടുന്നൊക്കെ പൈസ ഒക്കെ കടം വാങ്ങിക്കൊണ്ടിരും. കടം വാങ്ങിക്കൊണ്ടിട്ട് ഓല് തെരഞ്ഞു തരും. അല്ല ഇവിടെ അബ്ദുറഹ്മാൻ ഉണ്ടോ, അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയാ അറിയോ? അബ്ദുറഹ്മാനോ പേര് അബ്ദുറഹ്മാൻ മൂപ്പര ഓളെ ഭർത്താവാന്നുള്ളത് മറന്നുപോയി. അബ്ദുറഹ്മാൻ ഇവിടെ ഇല്ലല്ലോ, ബാംഗ്ലൂരാണ്, അവിടെ കിടക്കുന്നുണ്ട്. അതേ അവസരത്തില് അതെക്കാ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, ഇവിടെ ഉണ്ട്, എന്നാ പിന്നെ കടക്കടിയല്ല. അതുകൊണ്ട് അക്കളെന്താക്കുന്നത് വേഗം കള്ളത്തത്തിന് കൂട്ടുന്ന കൊടുത്ത് അല്ലെ. ചിലർ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. അത്രയും വേണ്ട ഇവിടെ മൂപ്പരവിടെ കിടക്കുന്നുണ്ടാവും, എന്താ പറയണ്ട്. അപ്പൊ ഇവിടെ ഇല്ല കേട്ടോ, രാവിലെ പോയതാ. എന്നിട്ട് അവിടെ വെച്ചാൽ ദേശം ഇതൊക്കെ അനുഭവം ഉണ്ടാവും അല്ലേ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് നിങ്ങളോട് ഇഷ്ടമല്ല. എന്താ കാരണം? നിങ്ങൾ യഥാർത്ഥമായ രൂപത്തിലല്ല നന്നായത്. നേരെ മറിച്ച് ഇതൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇങ്ങനെ മറ്റുള്ളവരുടെ പൈസ വാങ്ങിക്കൊണ്ടണ്ട, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ, എനിക്ക് വേണ്ടിയാണോ, ഇങ്ങനെ നിങ്ങൾ നശിക്കല്ലേ, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഹറാം. റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ ഉള്ള പെണ്ണുങ്ങൾ മരണം വരെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചുംബിച്ചിട്ട് എന്താ പറയാറിയോ? ചുംബനത്തിനൊരർത്ഥമുണ്ട്. എന്താ അറിയോ? ഒരു ഹലാലല്ലാത്ത ഒരു ഹറാമായ മുതലും എന്റെ കുട്ടിയെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരരുത്. എത്ര വേണേലും പട്ടിണിയും കഷ്ടപ്പാടും ഞാൻ സഹിച്ചോളാം. അങ്ങനെ നമ്മളങ്ങനല്ല പറയാ. എന്താ എങ്ങനെ ആയാലും വേണില്ല, കച്ചിട്ടായാലും വേണില്ല, കമർന്നിട്ടായാലും വേണില്ല, എനിക്ക് നിങ്ങൾ കൊണ്ടുവരണം. സാരി ചെരുപ്പും അത് നിങ്ങൾ എവിടുന്ന് വന്നാ. അപ്പൊ നല്ല പൈസ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് നോക്കാൻ കഴിയില്ല. അങ്ങനെയാണ് സാധാരണ. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ മോശപ്പെട്ട പെണ്ണ്, നാവും വളരെ മോശം. ഇനി മൂന്നാമത്തതോ ദാബത്തു തെക്കൂന് കുത്തൂഫൻ. ഓർക്കൊരു വാഹനമുണ്ട്, അത് ആവശ്യമുള്ള സമയത്ത് ഓടാത്ത സാധനം. അതിലും വലിയൊരു അടങ്ങർ പിടിച്ച സാധനം വേറില്ല കേട്ടോ. മുമ്പൊക്കെ ആൾക്കാർ പറയലുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരോടൊക്കെ മുമ്പ് കേട്ടോ, ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ആൾക്കാർ പറയും, ദേഷ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു TVS വാങ്ങിക്കൊടുത്താൽ മതി. TVS സ്കൂട്ടറെ ദേഷ്യമുള്ളവർക്ക് മനസ്സിലാ. അതാ കാരണം അറിയോ? അങ്ങോട്ട് ഓട്ടിപ്പോവും, ഇങ്ങോട്ട് ഉന്തി വരുവേ. അപ്പൊ അതിലും വലിയൊരു സന്തോഷം വേറെ ദുര്യാവില്ലല്ലോ. ദേഷ്യമുള്ളവർക്ക് TVS എന്ന് പറയലുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഉപയോഗത്തിന് പറ്റാത്ത ഒരു വാഹനം, അതോടൊപ്പം തന്നെ ഒൽ ജാർസു, വളരെ മോശമായ അയൽപ്പക്കം ഉണ്ടാകുക. വലിയ നിർഭാഗ്യം, മോശമായ അയൽപ്പക്കം. പിന്നെ ഭർത്താവിനെതിരിൽ സംസാരിക്കുന്ന നാവ്, പിന്നെ വളരെ ഉപയോഗത്തിന് ശൂന്യമായ ഒരു ഗുണമില്ലാത്ത ഒരു വാഹനം, ഭർത്താവിന്റെ ശ്രദ്ധയിൽ ഭർത്താവിനെ വെറുപ്പിക്കുന്ന ഒരു ഭാര്യ. ഇത് വളരെ മോശപ്പെട്ട പെണ്ണാണ് കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലൊരു പെണ്ണ് ഇനി ആരാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്നൊരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, എന്നാലിതെല്ലാം ശരിയാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവിന്റെ സമ്പത്തൊക്കെ സംരക്ഷിക്കുന്ന ഭാര്യ നല്ല പെണ്ണാണ്. ഇനി ഭർത്താവിന്റെ പൈസ ഭർത്താവിന്റെ അടുത്ത് നിന്ന് കട്ടെടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവിന്റെ പൈസ ഓക്ക്, ഓളെ അഞ്ചത്തേക്ക്, ഓളെ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ അങ്ങനെ കക്കണവരുണ്ട്. വേറെ നിലക്ക് കക്കണവരുണ്ട്, എടുത്തേക്ക മൂപ്പർക്ക് തന്നെ കുടുങ്ങുമ്പോ കൊടുക്കാം. അങ്ങനെ 2 ടൈപ്പ് കക്കലുണ്ട്. ഒന്ന് മൂപ്പർക്ക് തന്നെ കൊടുക്കും, കട്ടിട്ട് ഓള് കൊണ്ടുപോവുക, ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, ഒന്നും ചെയ്യില്ല. ഓൾ തന്നെ എടുത്തേക്കുക, പല കുറിയിലും തറിയിലും ഒക്കെ ചേരും ചെയ്യും. ആരാ ആ പെണ്ണുങ്ങൾ? ചില പെണ്ണുങ്ങൾ വരിക കുറിന്റെ ഇസട്ടോ വെച്ചിട്ട് അയാളുള്ളപ്പോളെ ചേർന്ന് അറിയില്ല എന്താണ് അതോ, അത് കുറിയല്ല, അത് ഓല് കുറി വിൽക്കുന്നുണ്ട് സഞ്ചിയിലാക്കിട്ട്. ചിലപ്പോ ആ എന്താന്ന് എന്തായിക്കോട്ടെ വിട്ടേക്കല, എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ
എന്താ വിഷയം ബുക്കുണ്ടെന്ന് എന്തോന്ന് ബുക്കുണ്ട് അയാൾക്ക് മനസ്സിലായി. അപ്പൊ അയാളെ വിട്ടേക്കും. അങ്ങനെ ഭർത്താവ് എന്നെ കുടുങ്ങുമ്പോ ചിലവര് ഭർത്താവിന് കടമായി കൊടുക്കും, അടുത്ത പറയുന്നത് വാങ്ങി തരാറുണ്ട്, എടുത്തുവെച്ച പൈസ തന്നെ. അങ്ങനെ രണ്ടു തരത്തിലുള്ള പെണ്ണുങ്ങളുണ്ട്. ഒന്ന് കട്ടിട്ട് കൊണ്ടോണമല്ല, ഒന്ന് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഭർത്താവിന്റെ പൈസ വെച്ചിട്ട് കക്കാനും പാടില്ല കേട്ടോ. എന്റെ അസുവിൻ്റെതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അസുവിൻ്റെത് എന്റെ അസു അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്റേതാവുള്ളൂ, അല്ലാത്തൊന്നും അസുവിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നെ ഉത്ബ അബൂ സുഫിയാന്റെ ഭാര്യ വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത് പരാതി പറഞ്ഞു. എന്താ പരാതി അറിയോ? യാ റസൂലല്ലാഹ് ഇന്ന അബീ സുഫിയാൻ റജുലുൻ ഷഹീദ്. അബൂ സുഫിയാൻ ലോകം കണ്ട ഏറ്റവും വലിയ പിസ്കനാ. ചിലപ്പോൾ ആണുങ്ങളുടെ അങ്ങനെ 5 പൈസ കൊടുക്കുക, അത് അതിനും വേണ്ട, അതിനൊന്നും വേണ്ട, ഒന്നിനും വേണ്ട, അതൊന്നും വാങ്ങണ്ട, നിങ്ങൾ എന്തെങ്കിലും വാങ്ങണ വർത്താനേ പറയണ്ട. അങ്ങനത്തെ ചില പിസ്കന്മാരുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാളായിരുന്നു അബൂ സുഫിയാൻ. അപ്പോ പരാതി പറഞ്ഞു, എനിക്കും എന്റെ കുട്ടികൾക്കും വേണ്ട ചെലവിന് വേണ്ടിയുള്ളത് പോലും തരുന്നില്ല എന്നാണ് പരാതി. അദ്ദേഹം അറിയാണ്ട് അദ്ദേഹത്തിന്റെ പൈസ എടുക്കുക എന്നല്ലാണ്ട് വേറൊരു മാർഗം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇതാണ് നബിനോടുള്ള സംശയം, ഇങ്ങനെ കാണാണ്ട് എടുക്കണേ പറ്റി. അപ്പോ ഫഖാല നബി പറഞ്ഞു, വലതിക്ക് നിനക്കും നിന്റെ കുട്ടിയേക്കും ആവശ്യമായത് എനിക്ക് എടുക്കാം, മൂപ്പരറിയാണ്ടെ കേട്ടാ. നല്ലൊരു ഫത്വയാണല്ലേ. കക്കാനുള്ള പ്രോത്സാഹനമാണോ? അല്ല. എന്തിനാ? അത്യാവശ്യത്തിന് ജീവിക്കാൻ തരാത്ത ഒരാളിൽ നിന്ന് അയാൾക്ക് പൈസയുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പൈസ പേഴ്സിലാക്കി വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് തൊട്ടാൽ അറിയണ യാതിയിലൊക്കെ വെക്കുക. അതായത് അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട്, താക്കോലൊന്നും ഓന്റെ അരയെ തന്നെ കെട്ടിയോണ്ട് നടക്കുക. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. ഭാര്യമാർക്ക് കൊടുക്കൊന്നുമില്ല, ഭാര്യമാരെ വിശ്വാസമില്ല. കാരണം ഇത് ആരോ പറഞ്ഞു കൊടുത്തതാണ്. കാരണം ഓനക്ക് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാല് ഓൻ അതിനെപ്പറ്റി പഠിച്ച് ഖുർആനോ ഹദീസെന്നോ ഒന്നല്ല. ഓൻ പഠിച്ചത് ഓന്റെ സുഹൃത്തുക്കളിൽ നിന്നും വില കുറഞ്ഞ മാസികകളിൽ നിന്നാണ് ഭാര്യാഭർത്ത ചെയ്ത് അറിയുന്നത്. ഓന്റെ ലോയക്കാരുണ്ടാവും, കല്യാണം കഴിഞ്ഞ അങ്ങനെ ഉണ്ടാ നല്ല രാത്രി വെച്ചില്ലേ, അത് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ചില ഉണ്ടന്മാരുണ്ട്. അതേമാതിരി തന്നെ ഓളെ ലോയക്കാറ്റികള് അല്ലെ. അങ്ങനത്തെ അതിൽ നിന്നൊക്കെയാണ് ഈ ദാമ്പത്യം എന്താന്ന് പറയുന്നത്. അതൊക്കെ വളരെ ലജ്ജ തീർന്ന, ഞാൻ പറഞ്ഞല്ലോ, ലജ്ജ തീർന്ന സമൂഹം. അതിലും വലിയൊരു അപകടം പിടിച്ച സാധനം ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ കോഴിക്കോട്. എന്താ, കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് എളാമിയും ബാക്കിയുള്ളവരൊക്കെ പിയ്യാപ്പളിന്റെ അടുത്ത് പൈസ അങ്ങാൻ നിൽക്കുക വാതിലിന്റെ അടുത്ത്. നിന്നീനിയാലോ എനിക്കറിയില്ല, അതും വാങ്ങാൻ നിന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുക എത്രമാത്രം അള്ളാന്റെ റസൂലിന്റെ ദീനിൽ നിന്ന് പുറത്തേക്ക് പോയി, എത്രമാത്രം ലജ്ജയില്ലാത്ത സമൂഹം രാജ്യത്ത് വന്നു. മലക്കുകൾക്ക് പോലും ഭൂമിയിൽ ഇറങ്ങാൻ യാതൊരു കാരണവശാലും സാധ്യമല്ലാത്ത വിധമായില്ലേ. സ്വന്തം മക്കള് ഭർത്താവിന്റെ കൂടെ ഇന്നലെ രാത്രി കിടന്നതിന്റെ ആദ്യത്തെ ദിവസത്തിന്റെ കൂലി വാങ്ങാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കുറിച്ച് എന്താ നമ്മൾ പറയേണ്ടത്? അത്ര നശിച്ചില്ലേ നമ്മളെ സമൂഹം അല്ലേ? ഇതിന്റെ ഒക്കെ പിന്നിൽ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ പെണ്ണാണ്. ആണുങ്ങൾക്ക് ഇതിനൊന്നും കഴിയില്ല. ചില ആണുങ്ങളുണ്ട് ഒരു ജാതി പെണ്ണ് പറഞ്ഞതുപോലെ നടക്കുന്ന ആൾക്കാർ. അത് അള്ളാന്റെ റസൂല് പറഞ്ഞു, ലോകം അവസാനിക്കുന്ന സമയം അടുത്ത പെണ്ണ് പറഞ്ഞ മാതിരി നടക്കുന്ന ആണുങ്ങൾ വരും. അത്താർ റജുലു ഇമ്രാത്തഹു, ഭാര്യ പറഞ്ഞ എന്താണ് അതനുസരിച്ച് ഇങ്ങനെ നടക്കും. അത് ലോക അവസാനത്തിൽ അടയാളാണ്. ആണ് പെണ്ണായി പോവുക. പെറ്റപ്പാണേ ജീവിതത്തിൽ പെണ്ണായിപ്പോയി. അങ്ങനെ ചില ആണുങ്ങളുണ്ട്. മീശ കിളിർത്ത ആണാവൊന്നുമില്ല കേട്ടോ. ആണിനാണിൻ്റെതായ പൗരുഷം വേണം. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ പറയും ഒരു സാധുവാണ്, നല്ലൊരു ഞാൻ എന്ത് പറഞ്ഞാൽ അതുപോലെയാണ്. കുറച്ചാണ്ട് കഴിഞ്ഞാൽ പറയും എനിക്കൊരു സാധനത്തിനെ കിട്ടിയിരിക്കുന്നു, മണ്ണും അല്ല ഞാണും അല്ല. ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടും പോകും. ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട ഈ സാധനത്തിന് കേട്ടോ. പെണ്ണ് ആദ്യം തോന്നും, പിന്നെ പെണ്ണ് തന്നെ പറയും വല്ലാത്തൊരു വണ്ടിയും വലിയായിപ്പോ എനിക്ക് കിട്ടിയത്. എല്ലാ കാര്യം ആദ്യത്തിൽ പെണ്ണ് റേഷൻ പീടികയിൽ പോകണം ഞാൻ പോകണം, മോളെ ചേർക്കാൻ ഞാൻ പോകണം, സ്കൂളിൽ പോകാൻ ഞാൻ തന്നെ, എല്ലാത്തിലും ഞാനാ, മൂപ്പരെ ഒക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞത് പൊന്ത് ചെയ്ത് പിന്നെ അതിന് മനസ്സിലായത് ഇതൊരു ബലാക്കിന്റെ ലോഡാണ് വന്ന് കുടുങ്ങിയത്. അയാൾക്ക് ഇതിനൊന്നും പോകാൻ പിന്നെ നേരമില്ല, പോവില്ല. ഏറ്റെടുക്കരുതേ, ഏറ്റെടുക്കരുതേ. ഇനി ഏറ്റെടുത്തോളുണ്ടെങ്കിൽ ഇന്ന് തന്നെ കഴിയുന്നുണ്ടെങ്കിൽ കച്ചറില്ലാത്ത വിധം തിരിച്ചേൽപ്പിച്ചാൽ, കച്ചറില്ലാത്ത വിധം. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം ഇങ്ങനെ പറഞ്ഞോളൂ ഇതിനെ കൊണ്ട് ആവൂല
ഇതൊന്നും ശരിയല്ല. ഒരു പുരുഷനെയാണ് അള്ളാഹു ഇതൊക്കെ ഏൽപ്പിച്ചത്. അർറിജാലു ഖവ്വാമുന അലൻ നിസാ എന്നാണ് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത്. ഭാര്യമാരെ കുടുംബത്തിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട ബാധ്യത ഭർത്താവിനാണെന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ നിയന്ത്രിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല, അത് ശരിയല്ല എന്ന് എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് മെല്ലെ സെറ്റാക്കിയിട്ട് ഏൽപ്പിച്ചോളൂ. അല്ലാണ്ടെന്നാ ചിലപ്പോൾ എനിക്കും കൂടിയും റോട്ടിൽ കൂടെ നടക്കാൻ കഴിയാണ്ടാവും. കാരണം അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഞാനിപ്പോ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയാ ശ്രമിക്കുന്നത്, പക്ഷെ പറഞ്ഞിട്ടില്ല. ചില ഭർത്താക്കന്മാർ വിളിച്ചിട്ട് പറയും, എന്താ നിങ്ങൾ ഇങ്ങനത്തെ ഓരോന്നാ പെണ്ണുങ്ങളെ പഠിപ്പിച്ചു വിടുന്നത് കേട്ടോ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ മെല്ലെ സാവകാശം, ആദ്യത്തെ ദിവസം ഫുൾ ഡോസ് കൊടുക്കണ്ട, കുറച്ച് കേട്ടോ, അങ്ങനെ റെഡി ആയിട്ട് എടുത്തോളി, നല്ലതാ. അപ്പം പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട്. ഇതിപ്പോ തുടങ്ങിയിട്ടില്ല, അതാണ് ഇപ്പൊ വിഷയം കേട്ടോ. ഏതായിരുന്നാലും ഇനി നമ്മൾ സാധാരണ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ചെറുതായി കാണരുത്. എല്ലാം വലിയ ഭീമാകാരമായ പാപങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. മറ്റേതൊക്കെ നമ്മൾ നിസ്സാരമായി തോന്നും, പക്ഷെ നമ്മളെ കുടുംബജീവിതത്തിന്റെ ഒക്കെ വലിയ ഭാരമായി മാറും കേട്ടോ. അതുകൊണ്ട് റസൂലുള്ള പറയാണ്, ഇന്നൽ മൂമിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ. ഒരു സത്യവിശ്വാസി തന്റെ പാപങ്ങളെ കാണുക ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നവനെ പോലെ. എന്താ പർവ്വതത്തിന് താഴെ ഇരുന്നാൽ അത് അവന്റെ മുകളിലേക്ക് വീഴോ എന്ന നിലക്കുള്ള പേടി ഉണ്ടാവും. അങ്ങനെ ആ പാപത്തിനോ കാണുക. ഒരു പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പർവ്വതത്തിന് താഴെ ഇരുന്ന് ആ പർവ്വതം മേലോട്ട് വീണൂല്ലേ നമ്മളെ, ആ നിലക്ക് അത് എപ്പോഴും വീഴാമല്ലോ, എന്താ ഈ പാപവുമായി ഞാൻ മരിച്ചു പോകാമല്ലോ എന്ന പേടി എപ്പോഴും ഉണ്ടാവും. അപ്പൊ എപ്പോഴും തിരുത്താൻ തയ്യാറാവണം. ഇപ്പൊ ഇതുവരെ ചെയ്ത തെറ്റൊക്കെ തിരുത്താൻ നിങ്ങൾ തയ്യാറാവണം. പാപം നിങ്ങൾ ഒരു പർവ്വതത്തിന് താഴെ ഇരിക്കുന്നത് പോലെ കാണാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫിഹി. ഒരു താന്തോന്നിയായി ജീവിക്കുന്ന അള്ളാഹുവും ദീനുമൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ആ ആള് തന്റെ പാപങ്ങളെ കാണുന്നത് തന്റെ മൂക്കിന്റെ അടുത്തോട് ഒരു ഈച്ച പാറിപ്പോകുന്ന പോലെ ഓനെ കാണുന്നുള്ളൂ ഒരു പാപത്തെ. നമ്മൾ അങ്ങനെയല്ല കാണുക, നമ്മൾ കാണുന്നത് ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നവനെ പോലെ. അപ്പൊ നമ്മളിപ്പോ നമ്മളെ ഭർത്താവിനോട് ഏതെങ്കിലും നിലക്ക് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ആ നിലക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ പിന്തിരിയണം, മാപ്പ് ചോദിക്കണം. ഭർത്താവിന്റെ നമുക്ക് പിന്നീട് പറയാം, ശരിക്കും ഭർത്താവിനെയും കൂടി ഇവിടെ കിട്ടേണ്ടതാണ്. എന്നാലും നമുക്ക് കുറച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുന്നത് മൂപ്പരും കൂടി ഒന്ന് കിട്ടിയാൽ ഇതൊക്കെ ശരിയാവുകയും. മൂപ്പരത് മാത്രം വന്നിട്ടില്ലല്ലോ ഫ്ലൈറ്റ്. അപ്പോൾ സത്യത്തിൽ കുറച്ചുകൂടി നിങ്ങളോട് തന്നെ പറയാനുണ്ട് കേട്ടോ. അതെന്താ അറിയോ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അൻ തസ്ജുദ ലി അഹദിൻ. ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ. ഇപ്പൊ കണ്ടുണ്ടോ, മുസ്ലിങ്ങളല്ലാത്ത എല്ലാ വിഭാഗം ആളുകളും അനുഗ്രഹം താഴില് അച്ഛന്റെ കാൽമേൽ വീണിട്ട്, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ടുണ്ട് അച്ഛന്റെ ഫോട്ടോന്റെ മുകളിൽ പോയി വീണിട്ട് അല്ലേ സുജൂദ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ഒരു സാഷ്ടാംഗം ചെയ്യാൻ ഇസ്ലാമിൽ ആരോടെങ്കിലും ഒരു അനുമതി കൊടുക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിക്കുകയാണെങ്കിൽ റസൂലുള്ള പറയുന്നു, ല അമർത്തുൽ മർഅത്തൻ തസ്ജുദ ലി സൗജിഹാ. ഭർത്താവിന്റെ മുമ്പിൽ കാൽമേൽ കിടന്ന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രത്തോളം ഭർത്താവിന്റെ മുമ്പിൽ താവണം. ഇതാ കേൾക്കുമ്പോ ചിലരിപ്പോ എന്താ അറിയോ, എന്താ നിങ്ങൾ ഈ പറഞ്ഞ് ആണും പെണ്ണും എന്ന് പറഞ്ഞ തുല്യ ശക്തികളില്ലേ, ഒരു വാഹനത്തിന്റെ 2 ചക്രമല്ലേ, സംഗതി ചക്രാണോ അതോ തുല്യ ശക്തിയാണോ അതോ തുല്യ മോട്ടറാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തുല്യ മോട്ടറായാൽ നല്ല രസം ഉണ്ടാവും. ഇപ്പോ ഒരു സ്കൂളിൽ 2 ഹെഡ് മാസ്റ്റർ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരാള് എപ്പോഴും ഹെഡ് മാസ്റ്റർ, അതിലാണ് സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ, കോളേജിൽ ഒരു പ്രിൻസിപ്പാള്, പൊരയിലൊരു ജനറൽ സെക്രട്ടറിയാണ് ആര്, വാപ്പ. ഉമ്മ ട്രഷറർ കം സെക്രട്ടറി ആവണം, ജനറൽ സെക്രട്ടറി ആവരുത് കേട്ടോ. ഉമ്മ ജനറൽ സെക്രട്ടറി ആവരുത്, ട്രഷറർ ആയിക്കോളണ്ട് അല്ലെ. പൈസ ഒക്കെ എടുത്തേക്കാ കൊണ്ട് അത് സത്യം എന്തായിട്ട് കേട്ടോ. കക്കാണ്ടെ നിങ്ങളെന്താ ഞാൻ കക്കാണ്ടെന്ന് പറയുമ്പോ ചിരിക്കുന്നത്, നിങ്ങൾ കക്കാണ്ട കയ്യൂല ആളുകൾക്കാ. ഇതുവരെ കട്ടതൊക്കെ മാപ്പ് ചോദിച്ചാളി വേണമെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാപിയായ മനുഷ്യൻ ഏതുപോലെയാണ് നല്ല മനുഷ്യൻ കാണുക തെറ്റിനെ, പർവ്വതത്തിന് താഴെ ഇരിക്കുന്നത്. അല്ലാണ്ട് തന്നെ ഒരുപാട് തെറ്റ് നമ്മളടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ നമ്മൾ ഇടകറാണ് അല്ലേ. ഇതൊന്നും നമ്മൾ അറിയാണ്ട് ചെയ്തു പോകുന്നതാണ് കേട്ടോ. ഇപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം നരകത്ത് കടക്കാൻ നിസ്സാരമായൊരു തെറ്റ് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അള്ളാഹു സ്വർഗവും നരകവും കാണിച്ചു തന്നു. ഉരീത്തു അന്നാർ, നരകവും
സ്വർഗമൊക്കെ എനിക്ക് കാണിച്ചു തന്നു, നരകം കാണിച്ചു തന്നപ്പം അക്സറു അഹ്ലുഹാ നിസാ, ധാരാളം ആളുകളും പെണ്ണുങ്ങളായിരുന്നു നരകത്തിൽ. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നമ്മൾ നിങ്ങളെപ്പോലെ നോമ്പ് വെൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു. സക്കാത്തൊന്നും നിങ്ങളെ മാതിരിയൊന്നല്ല റസൂലിന്റെ കാലത്തുള്ള പെണ്ണുങ്ങൾ കൊടുത്തു. ഓല മുതൽ നൂലെന്നെ ആക്കാത്ത കൊടുത്തത്. നിങ്ങൾക്ക് പിന്നെ അതിന് അധികാരമില്ലല്ലോ. നിങ്ങളെങ്ങനെ കൊടുത്തു നോക്കണം. നിങ്ങളെ ആർക്കും കൊടുക്കും അയാൾ കേട്ടോ. കാരണം അയാൾക്ക് അറിഞ്ഞൂടത് ഇവിടെ മുതലാണെന്നൊന്നും പോട്ടെ. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ, ഷഹീദായ ആൾക്കാരെ കഫൻ ചെയ്തിട്ടില്ലേ, യുദ്ധത്തിൽ മുറിവ് പറ്റിയല്ലോ ചികിത്സിച്ചിട്ടില്ലേ, എന്തെല്ലാം രംഗത്താണ് സേവനം നമ്മൾ ചെയ്തത്. ഹിജറ നമ്മൾ ചെയ്തിട്ടില്ല, നിങ്ങളെ കൂടെ യുദ്ധത്തിൽ നമ്മൾ നിങ്ങളെ കൂടെ പങ്കെടുത്തില്ലേ. എന്തിലാണ് റസൂലിനെ നമ്മൾ കുറവുള്ളത്? നിസ്കാരില്ലേ, നോമ്പില്ലേ, എന്താ നമ്മൾ തെറ്റ് ചെയ്തത്? അത് പെണ്ണുങ്ങൾ അധികം സ്വർഗ്ഗത്തിലാകാൻ കാരണം റസൂലിനെ സമ്മതിച്ചു. ഇതൊക്കെ പുരുഷന്മാരെക്കാൾ അധികം ചിലപ്പോൾ നിങ്ങളായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ യക്ഫുർനൽ അശീറ, നിങ്ങൾ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കും. അതാണ് നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം. ഭർത്താവിനോട് നന്ദികേട് കാണിക്കാണ്ടിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. കാരണം നിങ്ങൾ ആ നിലക്ക് എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇപ്പോൾ എത്ര കാലം അയാൾ നിങ്ങൾക്ക് ഡ്രസ്സും ചെരുപ്പും ഒക്കെ വാങ്ങി തന്ന്, രോഗത്തിന് മരുന്നൊക്കെ വാങ്ങി തന്ന്, ഒരു ദിവസം നിങ്ങൾ പനിച്ചിടുന്നു, മൂപ്പര് ഇവിടെ ഇല്ല, ഭയങ്കര പനി. അപ്പം അടുത്ത പുരയുള്ള ആൾക്കാർ $2 വാങ്ങി തന്ന് പനിയൊക്കെ നിന്ന് ഓനോടൊരു ലവ്. എന്താണ് സ്നേഹം, $2. അതിൻ്റെ വില എത്ര? ഞങ്ങൾ ആ പനിക്കണ സമയത്ത് എനിക്ക് ആ $2 തന്ന ആളെ ഞാൻ മറക്കൂല. $2 അത് അയൽപ്പക്ക ബന്ധം അയാൾ പുലർത്തിയതിനെ. നേരെ മറിച്ച് അയാൾ എന്നിട്ടോ വന്നിട്ട് അയാളോട് നിങ്ങളെ കൂട്ടത്തിൽ കൂടിയിട്ട് ജീവിച്ചാൽ എനിക്ക് ഹൈറുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിലും ഞാനിപ്പോൾ അങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ആങ്ങളി എൻ്റെ വാപ്പിയൊക്കെ ഉണ്ടായതിനെ കൊണ്ടാണ് എന്ന് അതും കൂടുതലാണ് പറയും. പോരെ, ഇതാണ് കാരണം നരകത്ത് കടക്കാണ്ടായ കാരണം. അപ്പൊ നോമ്പ് വെൽക്കുന്നിടത്തോ സക്കാത്ത് കൊടുക്കുന്നിടത്തോ തഹജ്ജുദ് നിസ്കരിക്കുന്നിടത്തോ ഒന്നും നിങ്ങൾ കുറവ് വരുന്ന റസൂൽ പറഞ്ഞില്ല. ഭർത്താക്കന്മാരോട് നന്ദിയോട് കാണിക്കും. അത് നിങ്ങളെ നാവുമെന്ന് വിട്ടാൽ രണ്ടാമത്തെ വർത്താനം അതാണ്. നിങ്ങളിപ്പോ എന്താ പറയാറിയോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പറയാന്നെന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ നിങ്ങൾ പറയാൻ പാടില്ല. അതറിയാം നിങ്ങൾക്ക്? ഇത് നിങ്ങളെ കൊണ്ട് അതിനാണ് ഫസാലിഹാത്തു കാനിത്താത്തു എന്നറിയാ. വിനയുള്ള പെണ്ണാണ് നല്ല പെണ്ണ് എന്നാണ് അതിനാ. അയാള് പറയിപ്പിച്ചാ പറയില്ല, പറയിപ്പിക്കുമ്പോഴേക്കും പറയില്ല നിങ്ങളെ പണി. ഈ കേസറ്റ് വാങ്ങണ്ട കേട്ടോ, പുറേ കൊണ്ടേ കൊടുക്കണ്ട. അല്ല ഞാൻ തന്നെ പറയാ. അപ്പോ അല്ല വാങ്ങുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് കാണാം, മുമ്പൊരു പോയതിന്റെ വെച്ചോ. അപ്പോ ഫസാലിഹാത്തു കാനിത്താത്തുൻ എന്ന് പറഞ്ഞത് നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ വിനയമുള്ളവളാണെന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുമ്പോഴേക്ക് പറയാനുള്ളതല്ല പെണ്ണിൻ്റെതായ ഒരു ശാരീരിക ഘടനുണ്ട്, ഒരു മാനസിക ഘടനുണ്ട്. അത് വിനയത്തിൻ്റെതായിരിക്കണം. നമ്മളിപ്പം ഭർത്താവിന് താന്നു കൊടുക്കുന്നത് അമ്മക്ക് സ്വർഗം കിട്ടാനാ, അയാൾക്കുള്ള ഗുണത്തെക്കാൾ ഉപരി അമ്മക്ക് സ്വർഗം കിട്ടാനാ. അത് നമ്മൾ അറിയണം. അല്ലാണ്ട് അങ്ങനെ ബബ്ബെന്ന് വർത്താനം പറയരുത്. ചിലവരിൻ്റെ റബ്ബെ ചില പെണ്ണുങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മിണ്ടൂല. ഇങ്ങനത്തെ എന്തെങ്കിലും കാരണം ഉണ്ടായാൽ മതി, ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് തിങ്ങി. അപ്പം അയാൾ എന്നാ ഞാൻ ഇവിടെയാണ് കിടക്കുന്ന അയാളും അങ്ങനെ 2 കൂട്ടരും 2 പാത്രത്തിലായി കിടക്കുക. ഒരു കാര്യമില്ല, എന്താ നിസ്സാരമായ കാര്യമായിരിക്കും. വർത്താനം പറഞ്ഞ് ഇക്കോലത്തിലാക്കിയതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുകൾ കേട്ടോളൂ. അള്ളാന്റെ റസൂൽ പറയാണ്, അള്ളാഹ്ക്ക് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാന്റെ മുമ്പിൽ ആഴ്ചയിൽ 2 ദിവസം പ്രദർശിപ്പിക്കും. അള്ളാഹ് നമ്മളൊക്കെ ചെയ്ത പ്രവർത്തനം, നമ്മളെ വാക്ക്, പ്രവർത്തനം, ചിന്ത, നമ്മളെല്ലാ കാര്യങ്ങളും ആഴ്ചയിൽ 2 ദിവസം അള്ളാന്റെ മുമ്പിൽ കാണിക്കും. തുറലു അഅ്മാലുന്നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ, 2 പ്രാവശ്യം ആഴ്ചയിൽ അമല് കാണിക്കും അള്ളാഹ്ക്ക്. അത് ഏതൊക്കെ? ഒന്ന് യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്, ഒന്ന് തിങ്കളാഴ്ചയും ഒന്ന് വ്യാഴാഴ്ചയും. 2 ദിവസം അള്ളാഹു നമ്മളൊക്കെ ചെയ്ത അമലുകൾ അള്ളാന്റെ മുമ്പിൽ മലക്കുകൾ പാർത്തിയ റിക്കാർഡ് അവിടെ കൊണ്ടുപോയി വെക്കും, തിങ്കളും വ്യാഴും. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ, തൗഹീദുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു കുറെ പാപങ്ങളാണ് പുറത്തു കൊടുക്കും. ഇല്ല അബ്ദൻ ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, 2 ആളുകൾ തമ്മിൽ ആവശ്യമില്ലാതെ പിണങ്ങിയൊരുത് അള്ളാഹു പുറത്തു കൊടുക്കൂല. അപ്പൊ അള്ളാഹു പറയും ഫയുഖാൽ ഉത്റുക്കു ഔ അർക്കുബു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുക, അദ്ദേഹത്തിന് എടുത്തു വെക്കുക, അത് പൊറുക്കാൻ സമയമായിട്ടില്ല. എന്താ കാരണം?
ഹാദൈനി ഔ അർക്കുബു ഹാദൈനി ഹത്താ യഫി, ആ രണ്ടു പേരും ഇണങ്ങുന്നത് വരെ. ഓൽ രണ്ടാളുടെ അമല് തിങ്കളും വെള്ളി അവിടെ അള്ളാഹു പുറത്തു കൊടുക്കൂല. നമ്മളതെല്ലാ തിങ്കളും വെള്ളിയും വ്യാഴാഴ്ച പൊറുക്കുന്നുണ്ട്. അത് പൊറുക്കാൻ നമ്മളൊന്ന് തെറ്റിയാൽ പൊറുക്കൂല, പെൻഡിങ്ങിലായി പോകും. അത് ഭാര്യയും ഭർത്താവ് വരേണ്ട കാര്യമാണ്. ഭർത്താവിനും ഭാര്യനോടും പിണങ്ങളുണ്ട് അല്ലേ, ഇതേമാതിരി തന്നെ. എന്നാ പിണങ്ങട്ടോ, പിണങ്ങ എപ്പോഴും അടങ്ങി കൊടുക്കാൻ കഴിയില്ല. അയ്യോ, അത് അല്ല പറഞ്ഞിട്ടുണ്ട്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫൈലുഹുന്ന.